ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഏറെ മനോഹരമായ ധ്യാന വിഷയമാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ഏറെ തവണ വായിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ധ്യാനിച്ചിട്ടുമുള്ള വചനഭാഗമാണ്. നമുക്കറിയാം, പലയാവർത്തി നമ്മൾ കേട്ടിട്ടുണ്ട്, ധനവാന് പേരില്ലായിരുന്നു, ലാസറ് പേരുള്ളവനായിരുന്നു. ധനം അതൊരിക്കലും ഒരു പാപമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദാരിദ്ര്യം അത് വലിയ പുണ്യമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദാരിദ്ര്യം പുണ്യമോ ധനം പാപവുമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ആത്മീയത കാലഘട്ടത്തിനനുസരിച്ച് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു മനുഷ്യന് ധനം ഉണ്ടാവുക അത് അവൻ്റെ കൃപയാണ്, ദൈവം കൊടുത്ത സമ്മാനമാണ്. നല്ലപോലെ പഠിച്ച് നല്ല ജോലി സ്ഥാനത്തെത്തി നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുക, ആ ശമ്പളം കൊണ്ട് അവൻ മനോഹരമായിട്ട് ജീവിക്കുക, നല്ല വീട് വെക്കുക, മനോഹരമായ വാഹനങ്ങൾ മേടിക്കുക, എല്ലാം കൊണ്ടും സുഭിക്ഷമായി ജീവിക്കുക, അതൊരു പാപമൊന്നുമല്ല. അങ്ങനെ ജീവിക്കുന്നവരെ നമ്മൾ പാപികളാണ്, കൊള്ളില്ല എന്ന് നമ്മൾ വിധിയെഴുതുന്നത്. ഇനി ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ വലിയ പുണ്യമൊന്നും ആണ് എന്ന് വിചാരിക്കരുത്. എനിക്ക് ഒന്നുമില്ല, ഞാൻ പട്ടിണി കിടക്കുകയാണ്, വീടില്ല എന്നും പറഞ്ഞ് നമ്മൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല. എവിടെയാണ് ഈ ധനവാനും ലാസറും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയമായി മാറേണ്ടത്? വിഷയമായി മാറേണ്ടത് ആത്മാവിൻ്റെ പ്രത്യേകതയാണ്. ആത്മാവിൻ്റെ ദാരിദ്ര്യവും ആത്മാവിൻ്റെ സമ്പന്നതയുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ധനവാനെയും ലാസറിനെയും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രൂപങ്ങളെ നമുക്കിങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. ധനവാന്റെ ആത്മാവ് ലാസറിൻ്റെ ശരീരം പോലെയായിരുന്നു. ധനവാന്റെ ആത്മാവ് ലാസറിൻ്റെ ശരീരം പോലെയായിരുന്നു. എന്താ ലാസറിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത? ആ ശരീരം ചീഞ്ഞു നാറുന്ന ശരീരം, കുഷ്ഠമുള്ള ശരീരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന, പട്ടിണി കിടക്കുന്ന, ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വലയാൻ മരിക്കാൻ വേണ്ടി തുടങ്ങുന്ന, ഒന്നിനും കൊള്ളില്ലാത്തൊരു ശരീരമായിരുന്നു ലാസറിൻ്റെ ശരീരം. ഈ ലാസറിൻ്റെ ശരീരം പോലെയായിരുന്നു ധനവാന്റെ ആത്മാവ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം തൻ്റെ മുൻപിൽ കിടക്കുന്ന ധനവാൻ നല്ലത് തന്നെ, പക്ഷേ ഈ ദാരിദ്ര്യമുള്ള ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? അതിൽ മുന്നിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ചീഞ്ഞു നാറുന്ന ഈ ആത്മാവ്, മരണത്തോട് മല്ലിടുന്ന ഈ ആത്മാവ്, മുന്നിൽ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട വിശക്കുന്നവൻ്റെ കണ്ണുനീര് കണ്ടില്ല എന്നുള്ളതാണ് ഈ ധനവാന്റെ പാപം. തൻ്റെ പ്രിയപ്പെട്ട അവൻ്റെ മുമ്പിൽ കൈനീട്ടി കിടക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി, അവൻ്റെ കരുതലിന് വേണ്ടി, അവൻ്റെ സ്നേഹത്തിന് വേണ്ടി, അവൻ്റെ തലോടലിന് വേണ്ടി കൊതിക്കുന്ന ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടില്ല എന്നതാണ് ധനവാന്റെ ആത്മാവിനെ ലാസറിൻ്റെ ശരീരം പോലെ ആക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. പണം നല്ലതാണ്, സമ്പത്ത് നല്ലതാണ്, മനോഹരമായ വീട് വേണം, കാറ് വേണം, നല്ലപോലെ ജീവിക്കണം. പക്ഷേ എൻ്റെ മുമ്പിൽ കിടക്കുന്നവരെ കാണാൻ കഴിയാത്തൊരു കണ്ണുണ്ടെങ്കിൽ അതുപോലെ അധപതിച്ചൊരു മനുഷ്യനുണ്ടാകില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നൊമ്പരപ്പെടുന്നവരെ, അത് വിദൂരങ്ങളിലേക്കൊന്നും പോകണ്ടെന്നേ, നമ്മുടെ തന്നെ വീട്ടിലുണ്ടാകും. സ്നേഹം കൊടുക്കാൻ കഴിയാത്ത, കരുണ കൊടുക്കാൻ കഴിയാത്ത, സുഖമാണോന്ന് ചോദിക്കാൻ കഴിയാത്ത, സ്നേഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, വാത്സല്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കളിക്കുന്ന ഒത്തിരി ലാസർമാർ നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ടെന്നേ. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ തന്നെ ശരീരമാണ്, ശരീരം പുഷ്ടിപ്പെട്ട് നടക്കുകയാണ്, ഈ ആത്മാവ് ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കുക. ഇനി ലാസറിൻ്റെ പ്രത്യേകത എന്താണ്? ലാസറിൻ്റെ പ്രത്യേകത ഈ ധനവാന്റെ ശരീരം പോലത്തെ ആത്മാവായിരുന്നു ലാസറിന് എന്നുള്ളത്. ധനവാന്റെ ശരീരം പോലത്തെ ആത്മാവായിരുന്നു ലാസറിനുള്ളത്. അതുകൊണ്ടാണ് ലാസർ സ്വർഗത്തിൽ അബ്രാഹാമിൻ്റെ മടിയിലിരിക്കാനുള്ള യോഗ്യത കിട്ടിയത്. ലാസർ ദാരിദ്ര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ ആത്മാവ് ഈ ധനവാന്റെ ശരീരം പോലെ മനോഹരമായിരുന്നു. മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന, നല്ല സുഗന്ധമുള്ള, പുഷ്ടിയുള്ള, ആഹാരം കഴിക്കുന്ന, വെടിപ്പുള്ള ആത്മാവായിരുന്നു ഈ ലാസറിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ പോയത്. അവൻ ദരിദ്രനായതുകൊണ്ട് മാത്രമല്ല, അവൻ്റെ ആത്മാവിന് വലുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലെത്തിയത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇങ്ങനെ ഒരു ആത്മാവ് ആവശ്യമില്ല. നമ്മുടെ ശരീരമൊക്കെ അടിപൊളിയാണ്, എല്ലാ ദിവസവും കണ്ണാടിയിലൊക്കെ നോക്കി നമ്മൾ മുഖമൊക്കെ മിനുക്കാറുണ്ട്, നല്ല വസ്ത്രം അണിയാറുണ്ട്, അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. പക്ഷേ ഈ ആത്മാവിനെ ഒന്ന് പരിശോധിച്ച് നോക്കി, എന്തോരം വികൃതമായിട്ടാണ് നമ്മൾ.
ഈ ആത്മാവ് ഇങ്ങനെ ദാഹിച്ച് വലഞ്ഞിരിക്കുക, വിശന്നിരിക്കുക, ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടി, ഒന്ന് കൂദാശ സ്വീകരിക്കാൻ വേണ്ടി, ഒന്ന് ഈശോയുടെ സന്നിധിയിൽ നിന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ട്, നന്മ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്, സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, കരുണ ചെയ്യാൻ വേണ്ടിയിട്ട്, എളിമപ്പെടാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ആത്മാവ് കൊതിക്കുക. പക്ഷേ ഈ ശരീരം അതിനൊന്നും അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആത്മീയത യുദ്ധം എന്നാണ് പറയുന്നത്. സമരമാണ്. എന്ത് സമരമാണ്? എൻ്റെ ആത്മാവ് ശരീരത്തോട് നടത്തുന്ന സമരമാണ്. ശരീരത്തിൻ്റെ വികാരങ്ങളോട്, വിചാരങ്ങളോട്, ചിന്തകളോട് ആത്മാവ് നടത്തുന്ന യുദ്ധമാണ് ആത്മീയത. ആ യുദ്ധത്തിൽ ഈ ആത്മാവ് പലപ്പോഴും തോറ്റുപോവുകയാണ്. ദരിദ്രമായിക്കൊണ്ടിരിക്കുക, കുഷ്ഠം വധിക്കുകയാണ്, ദുർഗന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ശരീരം ഇങ്ങനെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് പരിശോധിക്കണം. ഈ ദിവസം കർത്താവെ, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുക. എന്തോരം സാധ്യതകൾ നമുക്ക്, എന്തോരം പ്രാർത്ഥിക്കാനുള്ള സാധ്യതകൾ, ധ്യാനിക്കാനുള്ള സാധ്യതകൾ, കുമ്പസാരിക്കാനുള്ള സാധ്യതകൾ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സാധ്യതകൾ. എന്നിട്ടും എൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അബ്രാഹത്തോട് ചോദിക്കുന്നത്, അബ്രാമേ, എനിക്ക് അങ്ങോട്ടൊന്ന് വരണം, ഒന്ന് സമ്മതിക്കുമോ? അബ്രാം പറയാണ്, എനിക്കും നിനക്കും മധ്യ ഒരു ഗർത്തം ഉണ്ടായിരിക്കുന്നു. എന്താ ഗർത്തം? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളുണ്ടാക്കിയില്ലേ, സ്വയം കുഴി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? സ്വയം നമ്മൾ നിൽക്കുന്ന മണ്ണ് മാന്തിയെടുത്ത് പാതാളത്തിലേക്ക് താന്നു പോകാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ്. അറിവുണ്ട്, ജ്ഞാനം ഉപയോഗിക്കുന്നില്ല. അറിവുണ്ട്, ജ്ഞാനം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഴി നമ്മൾ തന്നെ മാന്തിക്കൊണ്ടിരിക്കുക. വലിയ ഗർത്തം, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് പോകാൻ കഴിയാത്ത വലിയ ഗർത്തം എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ ഞാൻ സ്വർഗരാജ്യത്തിനും എൻ്റെ ജീവിതത്തിനും ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ട മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. വീണ്ടും വീണ്ടും ധനവാൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഒരാളെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വിടുവോ? അപ്പം അബ്രഹാം പറയാണ്, നിനക്ക് പ്രവാചകന്മാരുണ്ട്, നിയമങ്ങളുണ്ട്, നിനക്ക് സഭയുണ്ട്, സമൂഹമുണ്ട്, എല്ലാം നിന്നെ പഠിപ്പിക്കുന്നില്ലേ? നമ്മൾ പലപ്പോഴും ഈ സഭയെ, സമൂഹത്തെയൊക്കെ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല. സ്വർഗത്തിൽ നിന്ന് ഒരാൾ വരില്ല. ആ അരുളപ്പാട് വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. മക്കളെ ഇങ്ങനെ ജീവിക്കണം. സഭയുടെ നിയമങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. മക്കളെ ഇങ്ങനെ ജീവിക്കണം. സഭാപിതാക്കന്മാരിലൂടെ, സഭയുടെ ചരിത്രങ്ങളിലൂടെ, പാരമ്പര്യങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. മക്കളെ ഇങ്ങനെ ജീവിക്കണം. ആ ജീവിതത്തെ മനസ്സിലാക്കാതെ ഇനി സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നാൽ പോലും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. എന്തോരം ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. എന്തോരം പ്രകൃതിക്ഷോഭങ്ങളും എന്തോരം പേരാണ് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ലല്ലോ. ഞാനും നാളെ മരിക്കുന്നതാണ്, പഠിക്കുമോ? എൻ്റെ വീട്ടിലും ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകാം. അത് വെള്ളപ്പൊക്കം മാറ്റല്ലോ, ഒരു കൊടുങ്കാറ്റ് വീശിയാൽ പോരെ, ഒന്ന് ഭൂമി കുലുങ്ങിയാൽ പോരെ. ഇതെനിക്ക് സംഭവിക്കാം. ഞാൻ എത്രമാത്രം മനോഹരമായ സ്ഥലത്താണ് ജീവിക്കുന്നെങ്കിലും ഒന്ന് ഭൂമി ഇളകിയാൽ മതി, ഒരു കൊടുങ്കാറ്റ് വീശിപ്പോയാൽ മതി, എൻ്റെ ജീവിതം തകർന്നില്ലേ? അപ്പം ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടങ്ങളും വിലാപങ്ങളും ഒക്കെയാണ്. നാളെ നമ്മളത് മറക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞേ, സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നാൽ പോലും നിങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ തുമ്പിലുണ്ട് പ്രവാചകന്മാർ, നിയമങ്ങൾ, ഗ്രന്ഥം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതനുസരിക്കാതെ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആര് വന്ന് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കുറേ കൂടിയൊക്കെ ഈ സഭയോട് ചേർന്ന്, പൂർവികരോട് ചേർന്ന്, വൈദിക നിയമങ്ങളോട് ചേർന്ന്, വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളോട് ചേർന്ന് നമുക്ക് ജീവിക്കാൻ പഠിക്കാം. അപ്പോൾ നമ്മളും ലാസറിനെ പോലെ അബ്രാഹത്തിൻ്റെ, ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഉയർത്തപ്പെടും. അപ്പോൾ നമ്മുടെ പേരുകളും സ്വർഗത്തിൽ രചിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ആത്മാവും ധനവാന്റെ ശരീരം പോലെയാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.